വിദ്യാഭ്യാസം ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ്. അറിവും കഴിവും മൂല്യബോധവും നേടുന്നതിനുള്ള പ്രധാന മാർഗമാണ് പഠനം. ഓരോ കുട്ടിയുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി വളർത്തിയെടുക്കുവാൻ പഠനം സഹായിക്കുന്നു. പഠനം എന്നത് പാഠപുസ്തകങ്ങളിലെ അറിവ് നേടുക മാത്രമല്ല, നല്ല സ്വഭാവങ്ങളും സാമൂഹിക ബോധവും ജീവിത നൈപുണികളും വളർത്തിയെടുക്കുക കൂടിയാണ്. കുട്ടികളുടെ പഠന പുരോഗതിയിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പങ്ക് വളരെ വലുതാണ്. സ്നേഹവും പ്രോത്സാഹനവും നിറഞ്ഞ പഠനാന്തരീക്ഷം കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയും മികച്ച നേട്ടങ്ങളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും. കുട്ടികളുടെ പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ വഴികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അനുകൂലമായ പഠനാന്തരീക്ഷം ഒരുക്കുക. കുട്ടികൾ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും സജീവമായി പഠനത്തിൽ പങ്കെടുക്കുവാൻ സഹായിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതാണ് അനുകൂലമായ പഠനാന്തരീക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ അനുയോജ്യമായ സ്ഥലം. പഠിക്കുന്നതിന് മാത്രമായി ശാന്തമായ ഒരു സ്ഥലം വീട്ടിൽ ഒരുക്കുക. ഇത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അത്യാവശ്യമാണ്. അതിനുവേണ്ടി വീട്ടിൽ നല്ല വെളിച്ചവും വായുസഞ്ചാരവുമുള്ള ഒരു മുറിയിൽ മേശയും കസേരയും ഒരുക്കി പഠന സമയത്ത് കുട്ടി അവിടെ മാത്രം ഇരുന്ന് പഠിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക. പഠന സാമഗ്രികൾ. പുസ്തകം, പേന തുടങ്ങിയവ എപ്പോഴും അടുക്കും ചിട്ടയോടും കൂടി വെക്കാൻ പരിശീലിപ്പിക്കുക. പഠനത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നവ. പഠിക്കുന്ന സമയത്ത് TV, മൊബൈൽ ഫോൺ തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കുക. കൃത്യമായ സമയക്രമം ഉണ്ടാക്കുക. കളിക്കുന്നതിനും പഠിക്കുന്നതിനും ഉറങ്ങാനും കൃത്യമായ സമയക്രമം നിശ്ചയിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇടവേളകൾ നൽകുക. തുടർച്ചയായി പഠിക്കാതെ അല്ലെങ്കിൽ പഠിപ്പിക്കാതെ ചെറിയ ഇടവേളകൾ നൽകുക. ദിനചര്യ ഉണ്ടാക്കുക. പഠിക്കാൻ ദിവസവും ഒരേ സമയം തന്നെ എടുക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക. അഭിനന്ദിക്കുക. കുട്ടിയുടെ ചെറിയ വിജയങ്ങളെ പോലും അഭിനന്ദിച്ച് അവനിൽ ആത്മവിശ്വാസം കൂട്ടുക. ക്ഷമിക്കുക. കുട്ടികൾ തെറ്റുവരുത്തുമ്പോൾ അവരോട് ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ തിരുത്തുക. സമ്മർദ്ദം കൊടുക്കാതിരിക്കുക. മാർക്കിനേക്കാൾ പ്രാധാന്യം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. പഠനത്തിൽ പങ്കാളിയാവുക. കുട്ടികളുടെ സംശയങ്ങൾ കേൾക്കാനും അവ പരിഹരിക്കാനും സമയം കണ്ടെത്തുക. ചോദ്യങ്ങൾ ചോദിക്കുക. പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുക.
വായനയിൽ പങ്കാളിയാവുക. ദിവസവും കുട്ടികളോടൊപ്പം പുസ്തകങ്ങൾ വായിക്കുന്നതിന് സമയം മാറ്റിവെക്കുക. കുട്ടികളുടെ പഠനത്തിൽ താൽപ്പര്യം കാണിക്കുക. അവരെ താരതമ്യം ചെയ്യാതിരിക്കുക. അവരുടെ ചെറിയ നേട്ടങ്ങൾ പോലും അഭിനന്ദിക്കുക. പ്രോത്സാഹനമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി.